അസ്സലാമു അലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി പപ്സിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പപ്സ് ഉണ്ടാക്കാനായി 2.5 കപ്പ് മൈദമാവ് ഞാൻ നല്ലതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ട് അത് കുഴച്ച് വെച്ചിട്ട് ഇനി മാവ് കൗണ്ടർ ടോപ്പിലിട്ട് നല്ലതുപോലെ ഒന്നും കൂടി കുഴച്ചെടുത്ത് ഇതിൽ നിന്നും 2 ഉരുളകളാക്കി മാറ്റിയതിന് ശേഷം ഈ ഉരുള നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. എത്രത്തോളം പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാൻ. ഇനി പപ്സ് ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരാവശ്യമില്ല. ഇപ്പോൾ ഇതിൽ നിന്ന് ഒരു ഉരുള ഞാൻ നല്ലതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ബട്ടർ നല്ലതായി തേച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് മൈദപ്പൊടി വിതറി കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മൈദമാവ് തൂകിയതിന് ശേഷം ആദ്യം ഒന്ന് മടക്കി അതിൻ്റെ മുകളിലും ഒന്നും കൂടെ ബട്ടർ തേച്ച് പൊടി തൂകിയതിന് ശേഷം വീണ്ടും ഒരു മടക്കം കൂടെ മടക്കി അതിൻ്റെ മുകളും വീണ്ടും ഇതുപോലെ തന്നെ ബട്ടറും മൈദപ്പൊടിയും തൂകി കൊടുത്തതിന് ശേഷം നടുമടക്കി കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഒരു ബോക്സിലിട്ട് വേണം ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാൻ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ നോമ്പ് ഇന്നിപ്പോൾ 20 ആയല്ലോ അല്ലേ. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഒരെണ്ണം മടക്കി കഴിഞ്ഞു ഫ്രിഡ്ജിൽ വെച്ചു. ഇനി ബാക്കി ഒരെണ്ണം കൂടി ഉള്ളതും ഇതുപോലെ തന്നെ മടക്കി ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കാനായി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം 3 വലിയ സബോള, 2 പച്ചമുളക് എന്നിവ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി സവാളയിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പപ്സൊക്കെ എല്ലാവരും ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെയാണ് കേട്ടോ. പക്ഷേ ഞാനുണ്ടാക്കിയ രീതി നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. പിന്നെ ഞാനിത് ഫ്രൈ ചെയ്തിട്ടല്ല കേട്ടോ എടുക്കുന്നത്, എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് എണ്ണ ഇല്ലാതെ നല്ല ഈസിയായി ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇനി കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ജീരകം പൊടിച്ചത്. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച മാവ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. എന്നതിന് ശേഷം ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ ബട്ടറും പിന്നെ പൊടിയും തൂകി വീണ്ടും ഒരു പ്രാവശ്യം കൂടി മടക്കി ഫ്രിഡ്ജിൽ തന്നെ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ ആദ്യം വെച്ച മാവ് ഇതുപോലെ തന്നെ വീണ്ടും പരത്തി അതും കൂടി ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം എടുത്ത് വെച്ച മാവാണ് പിന്നെ നമ്മളെടുത്ത് പരത്തി കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇത് ആദ്യം വെച്ച മാവാണിത് കേട്ടോ. ഇനി ഇത് പരത്തിയതിന് ശേഷം നമുക്ക് 2 സൈഡും കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാകത്തിനുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ മാവ് നല്ല തിന്നായിട്ട് തന്നെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലെവലാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് പാകത്തിലുള്ള വലിപ്പത്തിൽ മുറിച്ചെടുക്കാം. ഈ ഉരുളയിൽ നിന്നും 6 പപ്സിനുള്ള മാവാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ഫില്ലിങ് വെച്ച് കൊടുത്ത് നമുക്ക് പപ്സ് മടക്കിയെടുക്കുന്നത് പോലെ മടക്കിയെടുക്കാം. വേണമെങ്കിൽ കുഴൽ വെച്ചൊന്ന് ലെവലാക്കി കൊടുക്കാം കേട്ടോ. കാരണം മൈദ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചുരുണ്ട് പോകുമല്ലോ. ഇനി ഇതാ ഉണ്ടാക്കിയെടുത്ത പപ്സ് ഞാൻ എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുത്ത് ഒരു മുട്ടയുടെ മഞ്ഞക്കരു ഒന്ന്
മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ഉരുളയും പരത്തി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. 150 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എടുത്തൊന്ന് മറിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദാ അടിപൊളി പഫ്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല കളറിൽ തന്നെ പഫ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി എല്ലാവരും ഈ എയർ ഫ്രയർ അല്ലെങ്കിലും നമുക്ക് കുക്കറിലും വെച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അങ്ങനെ നല്ലൊരു അടിപൊളി പഫ്സ് തന്നെ ആയിരുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.